മധ്യവേനലവധി വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു. 4 അംഗ കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ ചിലവ് 3.5 ലക്ഷത്തിലേറെ. ദുബായിൽ ഡ്രൈനേജ് വികസനത്തിന് 3000 കോടിയുടെ പദ്ധതി. അടുത്ത 100 വർഷത്തേക്ക് ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകി ഷെയ്ഖ് മുഹമ്മദ്. ദുബായ് നിരത്തിൽ ഹൈഡ്രജൻ ബസ് വരുന്നു. പരീക്ഷണ ഓട്ടത്തിന് RTA-യും സൊയ്ദാനും കരാറിലെത്തി. നഗരത്തിലെ കാലാവസ്ഥാ സാഹചര്യത്തിന് അനുയോജ്യമാണോ എന്നും പരിശോധിക്കും. വേനൽ അവധിക്കാലത്ത് വീടും വാഹനങ്ങളും പൂട്ടിപ്പോകുന്നവർ സുരക്ഷ ഉറപ്പാക്കണം. മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. സുരക്ഷാ നടപടികൾ സുരക്ഷിത യാത്രാ ബോധവൽക്കരണ ക്യാമ്പയിനിലൂടെ. ഡെങ്കി മരണം. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ പ്രതിസന്ധി. എംബാം ചെയ്യാത്ത മൃതദേഹങ്ങൾ എമിറേറ്റ്സ് ഒഴികെയുള്ള വിമാന കമ്പനികൾ എടുക്കുന്നില്ല എന്നതും പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്നു. പ്രതിദിനം ചികിത്സ തേടുന്നത് 10,000. ഈ മാസം ഇതുവരെ ചികിത്സ തേടിയത് 2 ലക്ഷത്തോളം പേർ. മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണെന്നും മനു സ്വയം ഒഴിഞ്ഞതെന്നും MV ജയരാജൻ.